മഞ്ജരി, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. നിന്റെ എക്സ്പ്ലനേഷൻസോ നിന്റെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസോ ഒന്നും എനിക്ക് കാണണ്ട. അത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. മേഘ്നയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ നിന്റെ കയ്യിൽ കെട്ടി തന്ന ലവ് ബാൻഡ്സ് നീ അഴിച്ചു കളഞ്ഞല്ലേ? അതല്ലാതെ മറ്റെന്ത് വഴിയാ ഉണ്ടായിരുന്നേ? നമ്മുടെ കയ്യിൽ ആ ബാൻഡ് കണ്ടിരുന്നെങ്കിൽ അപ്പൊ തന്നെ മേഘന നമ്മളെ പിടികൂടില്ലേ? ആ ലവ് ബാൻഡിന്റെ വാല്യൂ എന്താണെന്ന് നിനക്കറിയാലോ? എന്റെ പ്രണയത്തിന്റെ അടയാളോ? നമ്മൾ രണ്ടുപേരും വേർപിരിയില്ല എന്നുള്ള വിശ്വാസം. നമ്മുടെ ആ വിശ്വാസം മിഥുൻ നീ ഇന്ന് ആ കയ്യിൽ നിന്ന് അഴിച്ചു മാറ്റിയിരിക്കുന്നത്. നിന്റെ വിശ്വാസം തെറ്റിച്ചോണ്ട് ഞാൻ ഇന്ന് വരെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ മഞ്ജരി? നിന്നോടുള്ള എന്റെ പ്രണയത്തെ സംശയിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഞാൻ കാണിച്ചിട്ടുണ്ടോ? അതിൽ കൂടുതൽ എന്താ വേണ്ടേ? അതൊക്കെ ശരിയാ മിഥുൻ, ഇതുവരെ ഞാനും നിന്നെ സംശയിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ നിനക്കെന്നെ കല്യാണം കഴിക്കാൻ ഉദ്ദേശമുണ്ടോ? അത് നല്ലൊരു ചോദ്യം മഞ്ജരി. നമ്മുടെ കല്യാണത്തെക്കുറിച്ച് എന്തൊക്കെ സ്വപ്നങ്ങളാണ് നമ്മൾ കണ്ടെന്ന് നിനക്ക് ഓർമ്മയില്ലേ? സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ കണ്ട സ്വപ്നങ്ങളെല്ലാം എന്റെ കണ്ണീരിൽ ചാലിച്ച് കളയേണ്ടി വരുമെന്നാ ഇപ്പൊ എന്റെ മനസ്സിലെ പേടി. ആയിക്കോട്ടെ, എന്നാ പിന്നെ എന്നോട് നിനക്ക് വിശ്വാസം തോന്നണമെങ്കിൽ ഞാനിനി എന്താ ചെയ്യണ്ടേ? ഭാവിയിൽ മിഥുൻ നിന്റെ കഴുത്തിൽ ഒരു താലി ചാർത്തണെങ്കിലും അരുണിമയ്ക്ക് നിന്നെ ആ വീട്ടിലെ മരുമകളായിട്ട് സ്വീകരിക്കാൻ മനസ്സ് തോന്നണെങ്കിലും അവരുടെ സമ്മതം മാത്രം മതിയാവില്ല. ലീഗലായിട്ട് എന്തെങ്കിലും ഒരു പ്രൂഫ് കരുതണം. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ. നീ പറയുന്ന എന്തും ഞാൻ ചെയ്യും. ഞാൻ എന്ത് ചോദിച്ചാലും ചെയ്യോ? ഷുവർ. 1 minute. Divorce papers. നിന്റെ ജാതകത്തിലുള്ള ദോഷങ്ങളെല്ലാം അകന്ന ശേഷം നാളെ ഒരു നാൾ നീയും മേഘ്നയും കൂടി വിവാഹമോചനത്തിന് അപ്ലൈ ചെയ്യേണ്ടി വരുമല്ലോ. ആ പേപ്പേഴ്സ് ആണിത്. ഈ പേപ്പേഴ്സിൽ സൈൻ ചെയ്തതാ. അപ്പൊ ഞാൻ നിന്നെ വിശ്വസിച്ചോളാം. മിഥുനേട്ടൻ ഇല്ലാണ്ടായ അടുത്ത ക്ഷണം ഞാനും ഉണ്ടാവില്ല. ജീവിക്കുന്നിടത്തോളം സുഖമായാലും ദുഃഖമായാലും ഈ തണലുള്ളിടത്തോളം മാത്രമേ എന്റെ ജീവൻ നിലനിൽക്കൂ. എന്റെ തലയിലെടുത്ത് എന്താണെന്നോ എപ്പൊ എന്ത് സംഭവിക്കുന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ അവസാന ശ്വാസം ഞാൻ എടുക്കുന്നത് ഈ മടിയിൽ തലവെച്ചായിരിക്കണം എന്നൊരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ. എന്താ സൈൻ ചെയ്യാൻ ഒട്ടും മനസ്സ് വരുന്നില്ലല്ലേ മിഥുൻ? മേഘന കൈവിട്ട് പോയേക്കോ എന്നുള്ള പേടി സൈൻ ചെയ്യാൻ അനുവദിക്കുന്നില്ലല്ലേ? എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് മിഥുൻ. നീ ഇപ്പൊ പതുക്കെ പതുക്കെ മേഘനയായിട്ട് അടുത്തോണ്ടിരിക്കുക. സത്യമല്ലേ അത്? സ്റ്റോപ്പ് ഇറ്റ് മഞ്ജരി. നീ ഈ പറഞ്ഞതിലൊന്നും ഒരു സത്യമില്ല. എങ്കിലത് തെളിയിച്ച് കാണിക്കേ. നിനക്ക് ഈ ഡിവോഴ്സ് പേപ്പറിൽ ഇപ്പൊ എന്റെ സൈൻ വേണം, അത്രയല്ലേ ഉള്ളൂ? യെസ്. So sweet of you, മിഥുൻ. എനിക്ക് വേണ്ടി നീ എന്തും ചെയ്യാൻ തയ്യാറാവോന്ന് അറിയായിരുന്നോ? തൽക്കാലം എനിക്ക് വേണ്ടിയിരുന്നത് ഇത് മാത്രം. ഇപ്പൊ എനിക്ക് വിശ്വാസമായി. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സിഗ്നേച്ചർ. ഇനി എങ്ങനെയെങ്കിലും ആ മേഘനയെ കൊണ്ട് ഈ പേപ്പേഴ്സിൽ ഒരു സൈൻ വാങ്ങിച്ചു വെക്കണം. പിന്നെ ഒന്നും കൊണ്ടും പേടിക്കേണ്ടി വരില്ല.
എന്തുണ്ടായി മേഘനെ? കാലിൽ എന്തോ തടഞ്ഞതുപോലെ തോന്നി. കേക്ക് എന്റെ കയ്യിൽ നിന്ന് തെന്നിപ്പോയി. ഇപ്പൊ അമ്മ ഇത് കണ്ട അത് മതി പിന്നെ ഭൂകമ്പം ഉണ്ടാവാൻ. മേഘനെ, അമ്മയൊന്നും പറയില്ല, നീ അങ്ങോട്ട് വാ. അല്ല മിഥുനേട്ടാ, ചെറിയൊരു തെറ്റ് പറ്റിയാലും ക്ഷമിക്കില്ലെന്ന് അമ്മ നേരത്തെ പറഞ്ഞതായിരുന്നു. ഒരു തെറ്റ് പോലെ സംഭവിക്കാതെ ഈ ഫംഗ്ഷൻ പൂർണ്ണമാക്കണമെന്ന് കരുതിയതാ. എന്നിട്ട് അവസാനം കൊണ്ട് കൊളാക്കി. സമയമില്ലാത്ത നേരത്ത് ഞാൻ എങ്ങനെ വീണ്ടും ഒരു കേക്ക് ഉണ്ടാക്കി എടുക്കും? എല്ലാരും ഇവിടെ കേക്കിന് വേണ്ടി കാത്തിരിക്കേട്ടാ. എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നീ ഒന്ന് കൂളാവ്. ഒന്നുമില്ല, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. മഞ്ജരി, നീ ഇവിടെ നിൽക്കുമായിരുന്നോ? നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താവോ അത്? ഡെക്കറേഷൻസിന്റെ കാര്യത്തിൽ മേഘന നമ്മളെ കടത്തി വെട്ടിക്കളഞ്ഞു. ഡിജെയുടെ കാര്യത്തിലും അവള് കളം മാറ്റി ചവിട്ടി. പക്ഷേ കേക്കിന്റെ കാര്യത്തില് ഞാൻ മേഘനെ ആടപടലം പൂട്ടി. അങ്ങനെ എന്താ ആന്റി ചെയ്തേ? മണിക്കൂറുകളോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ കേക്ക് ഒരു ക്ഷണം കൊണ്ടല്ലേ നിലം പറ്റിപ്പോയത്. ശരിയാണ് മഞ്ജരി, പെട്ടെന്നൊരു കേക്ക് ഉണ്ടാക്കാനും പറ്റാണ്ട് തറയിൽ വീണത് എടുക്കാനും പറ്റാണ്ട് പാവം അവള് ഉത്സവ പറമ്പിൽ കാണാതായ കൊച്ചുകുഞ്ഞിനെ പോലെ നിന്നിടത്ത് നിന്ന് വട്ടം കറങ്ങുന്നുണ്ടാവും. ഛേ, ആ സീൻ കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായില്ലല്ലോ. കേക്ക് നിലംപതിച്ചത് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ചു നേരത്തേക്ക് അരുണിമേച്ചിക്ക് വെളിച്ചപ്പാടുണ്ടാവും. അത് കണ്ട് ആനന്ദിക്കാവുന്നേ. യെസ് ആന്റി. തറയിലിട്ട് ചവിട്ടി അരച്ചാലും ഞാഞ്ഞൂളിനെ പോലെ തല പൊക്കും. പോട്ടെ, നാണം കെടുത്താന്ന് വെച്ചാ പഠിച്ച പണി 18 പയറ്റി പൊരുതി രക്ഷപ്പെടും. പക്ഷെ കേക്കിന്റെ കാര്യത്തിൽ അവളുടെ ഒരു അഭ്യാസവും നടക്കില്ല. കുറച്ചു നേരം കഴിയട്ടെ, വെളിച്ചപ്പാടിന്റെ മുമ്പിൽ നിന്ന് മുട്ട വരയ്ക്കുന്ന കാണാം. ആൻഡ് യു നോ വൺ തിങ്, ഈവൻ ഐ ഹാവ് എ ഗുഡ് ന്യൂസ്. അതെന്താ? എന്ത് ഗുഡ് ന്യൂസാ? ഡിവോഴ്സ് പേപ്പേഴ്സ് വിത്ത് മിഥുൻസ് സിഗ്നേച്ചർ. അങ്ങനെ മിഥുൻ ഇതിൽ സൈൻ ചെയ്ത് തന്നു കഴിഞ്ഞു. നേരാണോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല മഞ്ജരി. ചോദിച്ച ഉടനെ ചെയ്തു തന്നോ? മിഥുന്റെ ഓരോ അനക്കവും എനിക്ക് ബൈഹാർട്ടാണ് ആന്റി. എപ്പോ അവൻ പടം എടുക്കുമെന്നും എപ്പോ പത്തി താഴ്ത്തുമെന്നൊക്കെ എനിക്ക് നല്ലവണ്ണം അറിയാം. ഞാൻ ചെറിയൊരു കളി കളിച്ചു. പത്തി വിടർത്താൻ നോക്കിയവൻ പയ്യെ അതങ്ങ് ചുരുട്ടി മടക്കി വെച്ചു. കുറച്ച് പൂങ്കണ്ണീര് ഒലിപ്പിച്ച് കാണിച്ചപ്പോ അവൻ വീണു, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ. ഞാൻ ചോദിച്ചെടുത്തെല്ലാം സർ സൈൻ ചെയ്തു തന്നു. ദാറ്റ്സ് ഗ്രേറ്റ് മഞ്ജരി. ഇനി നിനക്കൊന്നും പേടിക്കാനില്ല. മിഥുൻ, നീ പറഞ്ഞത് കേട്ട് നീ ചൂണ്ടിക്കാണിച്ചെടുത്തൊക്കെ സൈൻ ചെയ്തു തന്നു എന്ന് കരുതി ഇപ്പോഴും ആ ഡിവോഴ്സ് പേപ്പർ നിനക്ക് ഫേവറായി മാറിയിട്ടില്ല. മേഘനയും അതിൽ സൈൻ ചെയ്യണം. അതൊക്കെ ഒപ്പിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ അതിനൊരു സന്ദർഭം ഉണ്ടാകാതിരിക്കോ? തൽക്കാലത്തേക്ക് ഇത് മതി. പകുതി കടമ്പ കടന്ന പോലെ ആയില്ലേ ആന്റി? യാ ദാറ്റ്സ് ട്രൂ. ഇനി ഇവിടെ നിൽക്കേണ്ട, താഴേക്ക് പോ. വെളിച്ചപ്പാടിന്റെ മുമ്പിൽ അന്തം വിട്ട് നിൽക്കുന്ന മേഘനയുടെ അവസ്ഥ കണ്ട് നമുക്ക് ആഘോഷിക്കാന്നേ. അല്ലെങ്കിൽ അച്ഛമ്മേ, അപ്പൂപ്പന്റെ ഫോട്ടോ വെച്ച് നമുക്ക് ആനിവേഴ്സറി ആഘോഷിച്ചാലോ? എടാ ഫിരിത, നീ എന്നെ ഇങ്ങനെ കരയിപ്പിച്ച നാളെ ഒരു ഭദ്രകാളിയായിരിക്കും നിനക്ക് ഭാര്യയായിട്ട് വരിക. എന്നിട്ട് നിന്നെ ചാട്ട പറഞ്ഞടിക്കും. അത് മതി. അങ്ങനെ അച്ഛമ്മ ഒരു ഭദ്രകാളിയാന്ന് സമ്മതിച്ചല്ലോ, എനിക്കത് മതി. നീ മേടിക്കും. നിങ്ങളങ്ങോട്ട് നോക്കി. മേഘനയുടെ മുഖം അടികരിഞ്ഞ ചട്ടി പോലെ കരുവാളിച്ചിരിക്കുന്ന കണ്ടോ? മേഘനെ, എന്ത് പറ്റും മോളെ? കേക്ക് എടുത്തോണ്ട് വരാൻ പോയവൾ എന്താ വെറും കൈയോടെ വന്നേ? കേക്ക് കാണുന്നില്ലല്ലോ, പെട്ടെന്ന് എടുത്തോണ്ട് വാ മോളെ. അച്ഛനും അമ്മയും ഇവിടെ കേക്കിന് വേണ്ടി റെഡിയായിരിക്ക. ഇനി എവിടുന്ന കേക്ക്? അതിപ്പോ ഉറുമ്പിനും ഈച്ചയ്ക്കും ആഹാരമായിട്ടുണ്ടാവും. എന്താ മേഘനെ നീ മിണ്ടാതെ നിൽക്കുന്നേ? പെട്ടെന്ന് പോയി കേക്ക് എടുത്തോണ്ട് വാ. നിക്കച്ചമ്മ, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. എടാ വിവേകേ,
അതെങ്ങനെയാ ചെറിയമ്മേ? കേക്ക് അവിടെ ഇല്ലല്ലോ, പിന്നെ എന്തെടുത്തോണ്ട് വരാൻ പോയതാ അവള്? അതാ എനിക്കും പിടികിട്ടാത്തത്. ഇത്രയും പെട്ടെന്ന് വേറൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ? എന്തായിരിക്കും അവളുടെ പ്ലാൻ? മേഘനടുത്തിയേ, ഇവിടെ ഞങ്ങളെല്ലാവരും റെഡിയാണേ. കേക്കുമായിട്ട് പെട്ടെന്ന് വാന്നേ. മേഘനെ എന്ത് മായാജാലം ഒപ്പിച്ചേ. നമ്മൾ കൊടുത്ത പണി അവള് പുഷ്പം പോലെ രക്ഷപ്പെട്ടില്ലേ. ഈ പട്ടിക്കാട്ടിലെ പ്രാന്തിയുടെ തലയില് ഇത്രയും ബുദ്ധി എവിടുന്ന് വന്നു? എന്റെ തല കറങ്ങുന്നു മഞ്ജരി. എന്താടാ വിവേകെ, അവര് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നീ എടുത്ത് കഴിക്കുമെന്ന് തോന്നല്ലോ. ആ കേക്കിനൊന്ന് നോക്കിക്കേ. എന്നെ കഴിക്കോ കഴിക്കോ എന്ന് കരയുന്നത് കേട്ടില്ലേ? വല്യച്ഛ വല്യമ്മേ, ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്യോ. ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു. മേഘനടുത്തി, കേക്ക് പൊളിച്ചു കേട്ടോ. ഫ്രൂട്ട്സ് കൊണ്ട് ഒരു പുതിയ തരം കേക്ക്. ഐഡിയ ഉഗ്രനായിരിക്കുന്നു മേഘന്. ആരത് പറഞ്ഞെന്ന്? ഐഡിയ എന്റേത് തന്നെയമ്മേ. പക്ഷേ ഇതിലും മിഥുനേട്ടന്റെ കരവിരുത് കൂടിയുണ്ട്. സത്യത്തിലെ കാലത്ത് ഞാൻ വേറൊരു കേക്കാ ഉണ്ടാക്കിയിരുന്നെ. അത് എന്റെ കയ്യിൽ നിന്ന് തെന്നി താഴെ വീണ് പോയമ്മേ. ഈ നേരമില്ലാത്ത നേരത്തെ എന്താ ഉണ്ടാക്കാന്ന് ആലോചിച്ച് നിന്നപ്പോഴാ ഈ ഐഡിയ തോന്നിയത്. മിഥുനേട്ടനുണ്ടായിരുന്നത് കൊണ്ടാ ഇത്രയും പെട്ടെന്ന് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റിയേ. സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞാ ഇങ്ങനെയാ വേണ്ടേ. ഇല്ലാത്ത നേരം കൊണ്ട് മോളൊരു അത്ഭുതം സൃഷ്ടിച്ചെടുത്തല്ലോ. എന്തായാലും നല്ലൊരു കേക്കും നല്ല ക്രിയേറ്റിവിറ്റി. വെരി ഗുഡ് മേഘന. എന്റെ കഷ്ടപ്പാടിന് ബലം കിട്ടി. ഡെക്കറേഷൻ തകർത്ത് കളഞ്ഞല്ലോ. ആരുടെ ഐഡിയ ഇതൊക്കെ? മറ്റാരായിരിക്കും? മേഘന ഒറ്റയ്ക്ക് ചെയ്തതാ. ഫ്രൂട്ട്സ് കൊണ്ട് ഒരു പുതിയ തരം കേക്ക്. ഐഡിയ ഉഗ്രനായിരിക്കുന്നു മേഘന. തന്നെ തന്നെ ഇരുന്ന് ചിരിക്കുകയാണല്ലോ. ഇങ്ങനെ ചിരിക്കാൻ പാകത്തിന് അത്ര വലിയ എന്ത് കാര്യം ഇവിടെ നടന്നേ? നടക്കാൻ പഠിക്കുന്നൊരു കുഞ്ഞിപ്പോ പിച്ച വെച്ച് പലതവണ വീണ് വീണ് ഒടുവിൽ ഒരു നാൾ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങുമ്പോ അവന്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും. ഇപ്പൊ എന്റെ അവസ്ഥ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാ മിഥുനേട്ടാ. അതെന്താ മേഘനെ, അങ്ങനെ എന്താ ഉണ്ടായത്? അമ്മയിന്ന് എന്നെ ഏൽപ്പിച്ചൊരു ജോലി ഒരു തെറ്റും കൂടാതെ ഇന്നെനിക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞില്ലേ. ഇടയ്ക്ക് എന്തൊക്കെ തടസ്സങ്ങളാ ഉണ്ടായത്. കേക്കിന്റെ കാര്യത്തിൽ പോലും ഇങ്ങനെ ഓരോ തടസ്സങ്ങളുണ്ടായിരുന്നപ്പോഴും അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റാതാവോന്ന്
ഒരു പേടി എനിക്കുണ്ടായിരുന്നു. ഇത് ശരിയായില്ലായിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ അമ്മ എന്റെ വാക്കുകൾ വിശ്വസിക്കില്ലായിരുന്നു. എന്റെ മനസ്സിനെ അത് അലട്ടിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. പക്ഷെ ഒടുവിലെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭംഗിയാക്കാൻ കഴിഞ്ഞല്ലോ. അതുകൊണ്ടിപ്പോ താഴെ വീണാലും എഴുന്നേക്കാൻ പറ്റുന്ന ഒരു ധൈര്യം. ഈ കാര്യത്തിൽ എനിക്ക് നിന്നെ സമ്മതിച്ചു തന്നേ പറ്റൂ. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഉണ്ടായ തടസ്സങ്ങളെയും പഴിച്ചോണ്ട് സ്വയം ഇങ്ങനെ ന്യായീകരിച്ചോണ്ട് നിന്നേനെ. ഇത്രയൊക്കെ പറ്റുള്ളൂന്നും പറഞ്ഞ് കണ്ണടച്ച് മാറി നിന്നേനെ. പക്ഷേ നീ അങ്ങനെ ചെയ്തില്ല. തെറ്റുകളെല്ലാം ശരിയാക്കി ഫംഗ്ഷൻ വിജയമാക്കി തീർത്തു. ഐ എം പ്രൗഡ് ഓഫ് യു. എന്തുപറ്റി? ഈ മാല എത്ര അഴിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല ഏട്ടാ. ഞാൻ അഴിച്ചു തരട്ടെ? എന്താ അങ്ങനെ നോക്കുന്നേ? എന്നിട്ട് ദേ മാല അഴിക്കാൻ പാടുപെടുന്നു. ചില സമയത്ത് അങ്ങനെയേട്ടാ, വലിയ വലിയ കാര്യങ്ങൾ നിഷ്പ്രയാസം നടക്കും. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകും. എന്നാലേ എന്നെ പറയുന്നത് അവിടെ നിൽക്കട്ടെ. ഏട്ടനതൊന്ന് അഴിച്ചു നോക്കിയേ. ഹൃദയം അണിവിരലാൽ തൊടൂ ഈ മിഴിയിണ. Good morning, ma'am. മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. മാഡം, ഈ എഗ്രിമെന്റിൽ ഒരു സൈൻ ചെയ്യണമായിരുന്നു. എന്താ പറയുന്നതെന്ന് ചിന്തിച്ചിട്ട് തന്നെയാണോ? ചേച്ചി, ഞാൻ മിണ്ടരുത് പ്രിയമതേ. ഇവിടെ അന്തിമ തീരുമാനം അരുണിമയുടേതാ. 25 വർഷമായി അരുണിമ എന്ന വെളിച്ചപ്പാടിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട് ഇന്നും അവരുടെ അടിമയായിട്ട് കഴിയാനാണ് എന്റെ വിധി. എന്റെ വാക്കുകളെ ശിരസാ വഹിക്കുന്ന നന്ദൻ ഫാമിലിയിലെ പരിവാരങ്ങൾ ഇന്നും എന്റെ സ്വപ്നമായി തുടരുകയാണ്. എന്റെ താളത്തിനൊത്ത് തുള്ളുന്ന മഞ്ജരി മിഥുന്റെ ഭാര്യയായി ഈ വീട്ടിൽ കയറി വന്നിരുന്നെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ഇവിടെയുള്ളവരെ എന്റെ ചൊൽപ്പടിക്ക് നിർത്തി എന്റെ അധീനതയിലാക്കാമായിരുന്നു. അപ്പോഴല്ലേ മിഥുന്റെ ഒരു ജാതകദോഷവും അതിന് കവചമായി എത്തിയ മേഘനയും എന്റെ സ്വപ്നങ്ങളെ ചീട്ടുകൊട്ടാരം പോലെ തകർത്തു കളഞ്ഞത്. മിഥുനും മേഘനയും ഒരുമിച്ചാൽ എന്നും എന്റെ സ്വപ്നം സ്വപ്നമായി തന്നെ അവശേഷിക്കും. അത് പാടില്ല. മേഘനയെ പുകച്ച് പുറത്ത് ചാടിച്ച് മഞ്ജരി ആ സ്ഥാനത്തിരുത്തണം. മോം, എന്താ എന്താ മോമിന്റെ മുഖത്തൊരു ഇറിറ്റേഷൻ? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല സഞ്ജു. മനസ്സിലാക്കാൻ ശ്രമിക്കാം. മോം പറയേ. മിഥുനും മേഘനയും തമ്മിലുള്ള അടുപ്പം പ്രതിദിനം കൂടിക്കൂടി വരികയാണ്. പട്ടിക്കാട്ടിലെ ആ പീറ പെണ്ണിന്റെ വലയിൽ മിഥുൻ അടപടലം വീണുകൊണ്ടിരിക്കുകയാണ്. അത് സന്തോഷമുള്ള കാര്യമല്ലേ? അതിന്റെ പേരിൽ മോം എന്തിനാ വിഷമിക്കുന്നത്? അതുകൊണ്ടാ നിനക്കൊന്നും മനസ്സിലാവില്ലെന്ന് പറഞ്ഞേ. ഏട്ടത്തിയോടുള്ള ദേഷ്യം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ മോമിന് അതുകൊണ്ട് എന്താ പ്രശ്നം? നോക്ക്, മഞ്ജരി നമ്മുടെ അകന്ന ബന്ധുവാ. മാത്രമല്ല
മിഥുൻ ആദ്യം പ്രണയിച്ചത് മഞ്ജരിയാണ്. മഞ്ജരി ഇവിടുത്തെ മരുമകളായി വന്നാൽ അവൾ നമ്മുടെ ചൊൽപ്പടിക്ക് നിന്നോളും. എന്നെ ധിക്കരിച്ച് ഒരു കാര്യവും അവള് ചെയ്യില്ല. മേഘനേട്ടത്തി ഒരു പാവമാണ് മോം. മിഥുനേട്ടന് ചേരുന്നതും മേഘനേട്ടത്തിയ. അത് നിന്റെ വിവരക്കേട് കൊണ്ട് പറയുന്നതാ. തേനിൽ ചാലിച്ച് 4 വാക്ക് പറഞ്ഞതുകൊണ്ട് ആളുകളുടെ മനസ്സ് നല്ലതാവണമെന്നില്ല. സഞ്ജന, നല്ലതും ചീത്തയൊക്കെ അവിടെ മാറ്റിവെക്ക്. എത്രയോ കാലമായി മഞ്ജരിയും മിഥുനും തമ്മിൽ പ്രണയിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ മഞ്ജരി തന്നെ വേണം മിഥുന്റെ ഭാര്യയായി ജീവിക്കാൻ. ഇനി അത് നടക്കാൻ പോകുന്നില്ലെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. പ്രിയംവതയുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അത് ഞാൻ നടത്തിയിരിക്കും സഞ്ജു. കരുക്കൾ നീക്കാൻ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു.